നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ആനന്ദിന്റെ അടുത്തെത്തി. ആനന്ദിനും ശ്രീദേവിയെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് മീനു ചില കളികളൊക്കെ കളിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആനന്ദേണ്ടം മനസ്സൊന്ന് മാറ്റിയെടുക്കുവാണെങ്കിൽ ശ്രീദേവി ചേച്ചിയെ പോയി കൂട്ടിക്കൊണ്ടു വരുവാണെങ്കിൽ നല്ലൊരു കാര്യമാണല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. കാരണം ശ്രീദേവിയെ പോയി കണ്ടത് മുതൽ മീനുയുടെ മനസ്സ് വല്ലാത്തൊരു വിഷമമായിരുന്നു. അങ്ങനെ ആനന്ദിനോട് മീനു കാര്യങ്ങളൊക്കെ പറയണം. ശ്രീദേവി ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ശ്രീദേവി ചേച്ചി അച്ഛനും അമ്മയല്ലേ അതിന് കാരണം. അതിന് പാവം ശ്രീദേവി ചേച്ചി കുറ്റപ്പെടുത്തി മാറ്റിയെടുത്തേണ്ട കാര്യമൊന്നുമില്ല ആനന്ദേട്ടാ. ദേവി ചേച്ചിയെ പോയി കൂട്ടിക്കൊണ്ട് വേണം. ദേവി ചേച്ചി പാവമല്ലേ. ഈ കുടുംബത്തിനോട് ദേവി ചേച്ചിക്ക് അത്ര ആത്മാർത്ഥവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേവി ചേച്ചിക്ക് ആനന്ദേട്ടൻ ഇല്ലാതെ ഒരു ജീവിതം ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടതും ആനന്ദ് പറഞ്ഞു, മീനു നിനക്ക് എന്തറിയാം ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്? നിനക്കറിയോ, കുറച്ച് നാളുകളായി ഉരുകിയായിരുന്നു ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്നേ. അവളെ ഇതിനു മുമ്പ് ഞാൻ അവളുടെ വീട്ടിൽ കൊണ്ടേ വിട്ടതാ. പക്ഷെ അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവളെ ഞാൻ തിരികെ കൊണ്ടുവന്നേ. പക്ഷെ എൻ്റെ കുഞ്ഞിനെ അവൾ ഇല്ലാതാക്കി. എന്നിട്ട് പിന്നെ ഇനി ഞാൻ അവളെ തിരികെ വിളിച്ചോണ്ട് പറഞ്ഞല്ലേ? ഒരു കാരണവശാലും ഇല്ല. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഞാൻ വിഷമിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. അച്ഛൻ പറഞ്ഞു, ഞാൻ അനുസരിച്ചു. പക്ഷേങ്കിൽ അവളൊരു കുടുംബത്തെ മൊത്തം ചതിച്ചേ. അവളുടെ അച്ഛനും അമ്മയും ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്ന സമയത്ത് അവൾക്ക് ഒരു വാക്കെങ്കിലും പറയായിരുന്നു ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന്. അങ്ങനെ പറയുമായിരുന്നെങ്കിൽ എനിക്ക് അവളോട് ഒരിക്കലും ഇഷ്ടം കുറഞ്ഞു പോകത്തില്ലായിരുന്നു. അവളോട് എനിക്ക് ഇഷ്ടം കൂടത്തുണ്ടായിരുന്നുള്ളൂ. എന്താണെങ്കിലും ഉള്ളത് പറഞ്ഞ് കൂടെ നിൽക്കുവാണെങ്കിൽ ഒരിക്കലും ചതിക്കാനായിട്ട് പാടില്ല. അതും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ചതി പാടില്ല മീനു. ഒരു പക്ഷേങ്കിൽ ഈ പറയുന്ന ആകാശാണ് ഇങ്ങനെ ഒരു തെറ്റ് മീനുവിനോട് ചെയ്തെങ്കിൽ മീനു എന്ത് ചെയ്താനെന്ന് ചോദിച്ചു. മീനുവിന് ഉത്തരം മുട്ടി. സഹിക്കാൻ പറ്റില്ല. ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഉള്ള സത്യം പറഞ്ഞ് കൂടെ നിൽക്കുന്നതല്ലേ നല്ലത്. അല്ലാതെ അതിന് പകരം എത്രമാത്രം കള്ളത്തരങ്ങൾ പറഞ്ഞു. ഞാൻ എല്ലാവരുടെ മുന്നിൽ ഞാൻ ഒന്നും അല്ലാതായി തീർന്നില്ലേ? ശരിക്കും അന്ന് ആ ഹോട്ടലിൽ വെച്ച് അവളെ കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ മുന്നിൽ ഞാൻ നിന്ന് ഉരുകി ഒലിക്കുമായിരുന്നു. ആ ഒരവസ്ഥയൊന്നും അതൊന്നും നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അന്ന് അവൾ എൻ്റെ കയ്യെ കാലെ വീണ് പറഞ്ഞ അന്ന് ആ സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് കരുതിയിരുന്ന. പക്ഷെ അതിനെനിക്ക് പറ്റിയില്ല. അത് മാത്രമാണോ? ആ ഫ്രോഡ് ഉദയഭാനു അയാൾ ചെയ്ത എന്താ? ഗോമതി സ്റ്റോഴ്സിൽ വന്നിട്ട് മോഷ്ടിച്ചു. ആ മോഷണക്കുറ്റം പാവം മാമന്റെ തലയിലായില്ലേ? ഇത്രയും വർഷം ഇവിടെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന മാമന് അയാൾ കാരണമല്ലേ ഈ വീട് വിട്ടിറങ്ങിയത്. അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റില്ല മീനു. അങ്ങനെ ഒരു തന്തയുടെ മോൾ എൻ്റെ കൂടെ വേണ്ട, എൻ്റെ കൂടെ ജീവിക്കണ്ടെന്ന് പറഞ്ഞു. ആനന്ദേട്ട അതിനെ ദേവി ചേച്ചി വേണ്ട. ഇനിയിപ്പോ ദേവിയെ വെള്ളം പൂച്ചാൻ വരണ്ട മീനു നീയ. എൻ്റെ അമ്മയാണെങ്കിൽ ശരി, അവളുടെ സ്വത്തോ പണോ മോഹിച്ചിട്ടാണോ ഞാൻ ഇന്ന് വരെ അവളോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. എനിക്ക് നല്ലൊരു പെൺകുട്ടിയെ മതിയായിരുന്നു. അവളോടൊപ്പം ഒരു നല്ല ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ചത്. അല്ലാതെ സ്വത്തും പണമുള്ള ഒരു പെണ്ണിനെയൊന്നും അല്ല ആഗ്രഹിച്ചത്. മീനുവിന് പിന്നെ ഉത്തരം മുട്ടി. ആനന്ദിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആനന്ദ് പറയുന്നതിലും കാര്യമുണ്ട്. ഒടുവില് മീനു വിഷമത്തോട് കൂടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി പോരുന്നത്. ഈ സമയത്ത് ബാലൻ മുറിയിലേക്ക് വന്നപ്പോൾ ഗോമതി ചോദിച്ചു, എന്താ ബാലേട്ടാ? ബാലേട്ടൻ എന്താ ആലോചിക്കണമെന്ന് ചോദിച്ചു. അല്ല, ധർമ്മന് ആ മതിലിൻ്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ധർമ്മനോ? അതെ, എന്നോട് എന്തോ പറയാൻ വേണ്ടി വന്നാന്ന് എനിക്ക് തോന്നുന്നേ. പക്ഷെ കൃത്യസമയത്ത് തന്നെ അച്യുതൻ വിളിച്ചപ്പോൾ ധർമ്മൻ തിരികെ പോയെന്ന് പറഞ്ഞു. എന്തായിരിക്കും ബാലേട്ട പറയാനുണ്ടായിരുന്ന? അവന് എന്താണെന്നറിയത്തില്ല. എന്തോ കാര്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാ. പക്ഷേ എങ്കിൽ ആ കൃത്യസമയത്ത് വിളിച്ചുകൊണ്ട് അവനങ്ങോട്ട് പോയത്. ബാലേട്ട അവന് നമ്മളോട് ദേഷ്യമൊന്നും ഇല്ല. അവൻ അങ്ങനെ പിണങ്ങിയിരിക്കാൻ പറ്റുമോ? ബാലേട്ടൻ കണ്ടു അധികം വൈകാതെ അവൻ ഇങ്ങോട്ട് തിരികെ വരും. അവന് ഗോമതി സ്റ്റോഴ്സും ബാലേട്ടനും ഒന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അത് പലവട്ടം അവൻ തെളിയിച്ചെന്ന കാര്യമല്ലേ. ഇതിപ്പം ഇപ്പോഴത്തെ ദേഷ്യത്തിന് അവൻ മാറി നിൽക്കുന്ന. അത് ബാലേട്ടൻ കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. എനിക്ക് അവനോട് ദേഷ്യമോ? നീ എന്തൊക്കെയാ ഗോമതി പറയണേ? എനിക്ക് അവനോട് ഒരിക്കലും ദേഷ്യപ്പെടാൻ പറ്റില്ല. അവനെ ഞാൻ നിന്റെ ആങ്ങളെയായിട്ടല്ല കണ്ടിരിക്കുന്നത്, എൻ്റെ മകനായിട്ട് തന്നെ കണ്ടിരിക്കുന്നത്. ആ ഒരു സാന്ദ്രത്തോട് കൂടിയിട്ടാണ് അവനോട് ഞാൻ അന്ന് ചോദിച്ചത്. പക്ഷെ അത് ഇങ്ങനെയാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. സാരമില്ല ബാലേട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അവൻ വരുമെന്ന് എൻ്റെ മനസ്സ് പറയണമെന്ന് പറഞ്ഞു. ബാലനൊരു സമാധാനമായി. ചിലപ്പം വരുമായിരിക്കും. അവനങ്ങനെ അധിക ദിവസം മാറിയിരിക്കാൻ കഴിയില്ല എന്നൊക്കെ ഒരു ചിന്ത ബാലൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. ധർമ്മനെയും കൂട്ടി രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോയി. അച്ഛനൊക്കെ അങ്ങനെ കുറെ പുഷ്പാഞ്ജലികളും കാര്യങ്ങളും വഴിപാടുകളൊക്കെ നടത്തുവാണ്. ഇന്നാണ് കടയുടെ ഉദ്ഘാടനം. പക്ഷെ ധർമ്മൻ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. ദേവമംഗലത്ത് ആരോടും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇന്നലെ പറയാൻ ചെന്നിട്ട് അവരെ ആരും കണ്ടതുപോലുമില്ല. കട ഉദ്ഘാടനത്തിന് പോകാനായിട്ട് എല്ലാവരും കൂടെ ഒരുങ്ങി ഇറങ്ങുവാണ് പിന്നീട്. പക്ഷേങ്കിൽ ഈ പറയുന്ന ധർമ്മനെ അറിയണ്ടായിരുന്നില്ല എവിടെയാ കട സ്ഥിതി ചെയ്യുന്നത്. അതൊക്കെ ഒരു സർപ്രൈസ് ആന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്യുതന്. അങ്ങനെ ഒടുവില്
അവര് കട ഉദ്ഘാടനത്തിന് വേണ്ടി പോവാണ്. കടയുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ധർമ്മം ഞെട്ടിപ്പോയത്. കാരണം ഗോമതി സ്റ്റോഴ്സിന്റെ 2 കട ഇപ്പുറത്തെ കട. പെട്ടെന്ന് ധർമ്മം ചോദിച്ചു, അച്യുതേട്ടൻ എന്ത് പരിപാടിയെ കാണിച്ചേ? ഇവിടെയാണോ കട? ഇതാണോ നമ്മുടെ കട? നീ ബോർഡ് കണ്ടില്ലടാ, ഇന്ദിര സ്റ്റോഴ്സ്. ഇത് ചതിയാ അച്യുതേട്ടാ, ഇതൊരിക്കലും ശരിയാകത്തില്ല. 2 കട അപ്പുറയല്ലേ ഗോമതി സ്റ്റോഴ്സ്, അതിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു കട കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അത് കേട്ടപ്പോൾ സുകന്യ പറഞ്ഞു, ധർമ്മേണ്ണൻ എന്തിനാ ടെൻഷൻ ആവുന്നേ? അവിടെ കയറി സാധനം മേടിക്കുന്നവർ അവിടെ മേടി വെക്കും, അവിടെ കയറാൻ താല്പര്യമില്ലാത്തവർ ഇവിടെ കയറും. ഇതേ സുകന്യെ, നീ മിണ്ടരുത്. അച്യുതേട്ടാ ഇത് വേണ്ട. എന്തായാലും ഞാൻ ഈ കടയിൽ ഇരിക്കാൻ പോകുന്നില്ല. ഇത് ചേച്ചിയോടൊക്കെ ഞാൻ ചെയ്യുന്ന ചതിയാ. ഇങ്ങനെ ഒരിക്കലും ഒരു ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ഇത്രയും തൊട്ടടുത്ത് കൊണ്ട് കട വെക്കാൻ പാടില്ലായിരുന്നു. അത് കേട്ടപ്പോൾ ആനന്ദം പറഞ്ഞു, എടാ ഇവിടെ അടുത്ത് കടയുണ്ടായിരുന്നുള്ളൂ, ഒഴിവുള്ളൊരു സ്ഥലവും കടയൊക്കെ വേണ്ടേ, അല്ലാതെ പിന്നെ വെറുതെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇന്ദിരാമ പറഞ്ഞു, എന്നാലും അച്യുത ഇത് വേണമായിരുന്നോ? ഇപ്പൊ എല്ലാരും കൂടെ എന്റെ തലയിലേക്ക് കയറിക്കോ. ഞാൻ ആരോടും പ്രതികാരം ചെയ്യാൻ വേണ്ടി ചെയ്തൊന്നുമല്ല. ഇവിടെയാണ് ഷട്ടർ ഒഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ, നല്ലൊരു പ്ലേസും ഇതാന്ന് തോന്നി. പക്ഷെ ധർമ്മം സമ്മതിച്ചില്ല. ധർമ്മം പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഇന്ദിരാമ പറഞ്ഞു, അങ്ങനെ പറയില്ലട മോനെ. സുകന്യ പറഞ്ഞു, അമ്മയുടെ പേരിൽ ആദ്യമായിട്ട് തുടങ്ങിയ കടയല്ലേ, ഇതിനിപ്പം ധർമ്മേണ്ണ ഉൾക്കാടം നടത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ധർമ്മേണ്ണ ഇതിന്റെ ഓണർ ആയില്ലെങ്കിൽ അറിയാലോ, അമ്മയ്ക്കും വിഷമാവും. അമ്മയുടെ പേര് തന്നെയല്ലേ കളങ്കപ്പെടുന്നേ, എല്ലാവരുടെ മുന്നിൽ അമ്മ ഒന്നുമല്ലാതായി തീരില്ല എന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം ധർമ്മനും ഭയങ്കര ബുദ്ധിമുട്ട്. ധർമ്മന് മനസ്സിലായി ഇത് അച്യുതന്റെ ചതിയാന്നുള്ള കാര്യം. അങ്ങനെ ഒടുവിൽ ധർമ്മൻ നിസ്സഹായ അവസ്ഥയിലേക്ക് വരുവാണ്. ഇട്ടോണ്ടും മേലെ എടുത്തോണ്ടും മേലാത്തൊരവസ്ഥയാണ്. അങ്ങനെ ധർമ്മന്റെ കട ഉൾക്കാരണമാണ്. ആ കട മേടിച്ച ധർമ്മന് വേണ്ടിട്ടാന്നുള്ള കാര്യങ്ങളൊക്കെ ബാലനറിഞ്ഞു. രാമേട്ടനാണ് ഇന്ന് പറയുന്നത്, ബാല ഇത് മനഃപൂർവ്വം കൃഷ്ണമംഗലംകാർ കളിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക ധർമ്മനെ കൂട്ടുപിടിച്ചിട്ട്. എന്നാലും ധർമ്മൻ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്രയും വർഷം ഗോമതി സ്റ്റോഴ്സ് ചെന്നിട്ട് അവൻ തൊട്ടടുത്ത് തന്നെ പോയി കട തുടങ്ങിയില്ലേ? ആകാശ് പറഞ്ഞു, അത് ശരിയാ, മാമൻ ഒരു വാക്ക് പോലും പറഞ്ഞതുപോലും ഇല്ലോ. പക്ഷെ ബാലിന് യാതൊരുവിധ കുലുക്കം ഉണ്ടായിരുന്നില്ല. ബാലൻ പറഞ്ഞു, അതിനെന്താ രാമേട്ട, ആര് വെള്ളം കട വെക്കട്ടെ, ഇതേ അവൻ കട വെക്കട്ടെ, അവൻ കട വെച്ച് നല്ല രീതിയിൽ വളർന്നു വരട്ടെ, അതാ ഞാനും ആഗ്രഹിക്കുന്നേ. കാരണം ധർമ്മന്റെ സ്വഭാവം എനിക്കറിയാം, അവൻ മിടുക്കനാണ്, അവൻ അധികം വൈകാതെ അവിടെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. പക്ഷെ ആ കൃഷ്ണമംഗലത്തുള്ളവരുടെ കാര്യം ഓർക്കുമ്പോഴാ. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, എൻ്റെ അച്ഛാ ഇത് നമുക്കിട്ടുള്ള പണി തന്നാ നമ്മുടെ കച്ചവടം കുറയണം, അതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ മാമൻ ഇതിന് താല്പര്യം കാണത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഈ സമയം കടയിൽ കാരണം കാര്യങ്ങളെ കഴിഞ്ഞ് ഇന്ദിരാമ്മ അവരെല്ലാവരോട് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇന്ദിരാമ്മയ്ക്ക് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷെ ബാലന്റെ കടയുടെ അടുത്താണല്ലോ എന്നൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. കാരണം ബാലന്റെ കച്ചവടം കുറഞ്ഞു പോവോ, തൻ്റെ മകളുടെ ഭർത്താവാണ് ബാലന്, എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ഇന്ദിരാമ്മയ്ക്ക് കൈയൊഴിയാനായിട്ട് പറ്റില്ലല്ലോ. അതിന്റെ ഒരു വിഷമം ഇന്ദിരാമ്മയുടെ മുഖത്തുണ്ടായിരുന്നു. പക്ഷെ അച്യുതന്റെ മുഖത്താണെങ്കിൽ പണി കൊടുത്തല്ലോ എന്നൊരു ചിന്തയായിരുന്നു. ഇനി ഒരു കാരണവശാലും ബാലന് ഉയർന്നു പൊങ്ങാൻ പാടില്ല, അവൻ കടയെ അടച്ചു പൂട്ടി വീട്ടിലിരിക്കണം എന്നൊരു ചിന്താഗതിയോട് കൂടിയിട്ടാണ്. പക്ഷെ അധിക നാളൊന്നും ആ കടയ്ക്ക് അവിടെ ആയുസ്സുണ്ടാവാനായിട്ട് പോകുന്നില്ല. അതിന്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു.